വെൽക്കംസ് ടു ഷ്യാംസ് വ്ലോഗ്. ഇന്ന് നമ്മൾ വളരെ ലളിതമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, പുല്ലിംഗഃ, മാസ്കുലൈൻ, സ്ത്രീലിംഗഃ, ഫെമിനൈൻ, നപുംസകലിംഗഃ, ന്യൂട്ടർ. അതായത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. ഇതെങ്ങനെയാണ് സംസ്കൃതത്തിലെ ശബ്ദങ്ങൾക്ക്, പദങ്ങൾക്ക് ഈ ലിംഗജ്ഞാനം എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് പഠിക്കാം. അതോടൊപ്പം ഓരോ ലിംഗത്തിലുമുള്ള ഓരോ ജെൻഡറിനും ഉപയോഗിക്കുന്ന പദങ്ങളും അവയുടെ വാക്യങ്ങളും നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്കൃതത്തിൻ്റെ ശബ്ദം അനേകം പദങ്ങളുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം. അതിൽ ശബ്ദങ്ങളെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, സുബന്ധം എന്നും തിങ്ങന്തം എന്നും. അത് സുബന്ധഃ തിങ്ങന്തഃ എന്ന രൂപം എങ്ങനെ വന്നതെന്നുള്ളത് പിന്നീട് പറയാം. സുബന്ധഃ എന്ന് പറഞ്ഞാൽ നാമപദമെന്നും തിങ്ങന്തഃ എന്ന് പറഞ്ഞാൽ ക്രിയാപദവും എന്ന് ധരിക്കാം. ഇംഗ്ലീഷിലാണെങ്കിൽ സുബന്ധഃ സബ്ജക്ട്, തിങ്ങന്തഃ ക്രിയാപദം. ക്രിയാപദത്തെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ സുബന്ധഃ എന്നുള്ളതിൽ സുബന്ധത്തെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, അജന്തഃ എന്നും ഹലന്തഃ എന്നും. അജന്തഃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വരാക്ഷരങ്ങളിൽ അവസാനിക്കുന്ന പദങ്ങളെ അജന്തമെന്നും വ്യഞ്ജനാക്ഷരങ്ങളിൽ അവസാനിക്കുന്ന പദങ്ങളെ ഹലന്തം എന്നും പറയും. അതെന്താണെന്ന് നമുക്ക് കാണാം. അജന്ത ശബ്ദഃ യേഷാം ശബ്ദാനാം അന്തിമവർണാഃ സ്വരവർണാഃ ഭവന്തി തേ ശബ്ദാഃ അജന്ത ശബ്ദാഃ സന്തി. Words having various vowels in the end, they are called ajanta shabdah athava vowels ending words. ഏതൊരു പദത്തിന്റെ അവസാന അക്ഷരം സ്വരാക്ഷരം വരികയാണെങ്കിൽ ആ പദങ്ങളെ അജന്ത ശബ്ദം, അജന്ത പദം എന്ന് പറയാം. ഉദാഹരണം രാമഃ, കൃഷ്ണഃ, ഹരിഃ. രാമഃ എന്ന പദത്തിന്റെ അവസാനത്തെ അക്ഷരം അകാരമാണ്, അതുകൊണ്ടത് അജന്ത പദമാണ്. ഹരിഃ എന്ന പദത്തിന്റെ അവസാന അക്ഷരം ഇകാരമാണ്, അതുകൊണ്ടത് അജന്ത ശബ്ദമാണ്. ഇനി അടുത്തത് ഹലന്ത ശബ്ദം. ഹലന്ത ശബ്ദഃ യേഷാം ശബ്ദാനാം അന്തിമവർണാഃ വ്യഞ്ജനവർണാഃ ഭവന്തി തേ ശബ്ദാഃ ഹലന്ത ശബ്ദാഃ സന്തി. Words having various consonants in the end, they are called halanda ശബ്ദഃ അഥവാ consonants ending words. ഏതൊരു പദങ്ങളുടെ അവസാനത്തെ അക്ഷരം അല്ലെങ്കിൽ അന്തിമാക്ഷരം വ്യഞ്ജനാക്ഷരം വരികയാണെങ്കിൽ ആ പദങ്ങളെ ഹലന്ത പദങ്ങൾ എന്ന് പറയും. ഉദാഹരണം ഇവിടെ ജലമുഖ് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അവസാനത്തെ പദം വ്യഞ്ജന അക്ഷരമാണ്, കകാരമാണ്, അതുകൊണ്ട് അത് ഹലന്ത ശബ്ദമാണ്. അതിന് ഉദാഹരണമായിട്ട് ആത്മൻ ശബ്ദഃ, ആത്മൻ, സരിത്, ഇതെല്ലാം തന്നെ ഹലന്ത ശബ്ദമാണ്. ഇനി നമുക്ക് ഈ ശബ്ദങ്ങളിൽ എങ്ങനെയാണ് പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകങ്ങൾ വരുന്നതെന്ന് നമുക്ക് പഠിക്കാം. സംസ്കൃതത്തിലെ നാമപദങ്ങളെ അജന്തമെന്നും ഹലന്തമെന്നും ഭാഷാശാസ്ത്രജ്ഞർ തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് അജന്തത്തിനും ഹലന്തത്തിനും അജന്ത ഹലന്തയോഹോ ത്രയഃ ലിംഗാഃ സന്തി. ഈ നാമപദങ്ങൾക്ക് 3 ജെൻഡേഴ്സിനെ, 3 ലിംഗങ്ങളെ പറയുന്നു. അത് പുല്ലിംഗഃ, നപുംസകലിംഗഃ, സ്ത്രീലിംഗഃ. അത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം. പുല്ലിംഗഃ മാസ്കുലൈൻ, നപുംസകലിംഗഃ ന്യൂട്ടർ, സ്ത്രീലിംഗഃ ഫെമിനൈൻ. നമുക്കിനി വിഷയത്തിലേക്ക് പ്രവേശിക്കാം. പുല്ലിംഗ പദപരിചയഃ. ഏതാനും
പുല്ലിംഗ ശബ്ദങ്ങളും പുല്ലിംഗ പദങ്ങളും ആ പദം ഉപയോഗിച്ചിട്ടുള്ള വാക്യങ്ങളുമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഓരോ പദങ്ങളെയും നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇവിടെ ഉദാഹരണത്തില് പുല്ലിംഗഃ എന്നുള്ളിടത്ത് സാമാന്യേന അഗ്നിഹി, വൃക്ഷഃ, ശുനകഃ, ബാലകഃ. ഈ ചിത്രങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും. ഫയർ, അഗ്നിഹി എന്ന് പറഞ്ഞാൽ ഫയർ, വൃക്ഷഃ ട്രീ, ശുനകഃ ഡോഗ്, ബാലകഃ ബോയ്. ഇനി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. സഹ ബാലകഃ അസ്തി. ഹി ഈസ് എ ബോയ്. സഹ ബാലകഃ അസ്തി. അവൻ ആൺകുട്ടി ആണ്. ബാലകഃ എന്ന ശബ്ദം പുല്ലിംഗമാണെന്ന് നമുക്ക് മനസ്സിലായി. ഗജഃ വൃക്ഷം പാതയതി. The elephant knocks down the tree. ഗജഃ വൃക്ഷം പാതയതി. ആന വൃക്ഷത്തെ ഇടിച്ചു വീഴ്ത്തുന്നു. അപ്പൊ ഇതിൽ ഗജഃ എന്ന പദം പുല്ലിംഗമാണെന്ന് നമുക്ക് മനസ്സിലാകും. അടുത്തത് സഹ വൃദ്ധഃ ശനൈഹി ഗച്ഛതി. That old man going slowly. സഹ വൃദ്ധഃ ശനൈഹി ഗച്ഛതി. ആ വൃദ്ധൻ പതുക്കെ പോകുന്നു. അപ്പൊ വൃദ്ധഃ എന്ന ശബ്ദം പുല്ലിംഗമാണ്. മുനിഹി തപഃ കരോതി. മുനിഹി തപഃ കരോതി. The sage is penitent. മുനിഹി തപഃ കരോതി. മുനി തപസ്സു ചെയ്യുന്നു. ഇവിടെ മുനി ശബ്ദം ഇകാരാന്ത പുല്ലിംഗ ശബ്ദമാണ്. സഹ മീനഃ തരതി. That fish is swimming. സഹ മീനഃ തരതി. ആ മത്സ്യം നീന്തുന്നു. അപ്പൊ മീനഃ എന്ന ശബ്ദം പുല്ലിംഗമാണ്. ഛാത്രഃ വിദ്യാലയം ഗച്ഛതി. The student goes to the school. വിദ്യാർത്ഥി ഛാത്രഃ വിദ്യാലയം ഗച്ഛതി. വിദ്യാർത്ഥി വിദ്യാലയത്തിലേക്ക് പോകുന്നു. ഈ വാക്യം നമ്മൾ മുൻപും പഠിച്ചിട്ടുള്ളതാണ്. അത് വീണ്ടും നോക്കി വീണ്ടും പഠിക്കുക. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പദത്തിലിട്ട് പോകാം. പിതാ പുത്രം പാലയതി. The father take care of the son. പിതാ പുത്രം പാലയതി. അച്ഛൻ മകനെ പരിപാലിക്കുന്നു. ഇവിടെ പിതാ എന്ന ശബ്ദം ഋകാരാന്ത പുല്ലിംഗമായിട്ടുള്ള പിതൃശബ്ദമാണ്. പിതൃശബ്ദത്തിന്റെ പ്രഥമ ഏകവചനം രൂപമാണ് പിതാ എന്ന് പറയുക. പിതാ പുത്രം പാലയതി. പുരാ രാജാ ദേശം ശാസ്തി സ്മ. In the past, the king ruled the land. പുരാ രാജാ ദേശം ശാസ്തി സ്മ. പണ്ട് രാജാവ് നാട് ഭരിച്ചിരുന്നു. അപ്പോൾ രാജ എന്ന ശബ്ദം പുല്ലിംഗമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. വിദ്വാൻ സർവദാ തത്വം വദതി. The scholar says the principle everywhere. വിദ്വാൻ സർവദാ തത്വം വദതി. പണ്ഡിതൻ എല്ലായ്പ്പോഴും തത്വം പറയുന്നു. പക്ഷിഹി ഉഡ്ഡയതേ. The bird is flying. പക്ഷിഹി ഉഡ്ഡയതേ. പക്ഷി പറക്കുന്നു. ഇപ്പൊ പക്ഷി എന്ന പദം ഇവിടെ പുല്ലിംഗ ശബ്ദമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി നമുക്ക് സ്ത്രീലിംഗ പദപരിചയ. സ്ത്രീലിംഗ പദപരിചയ. സ്ത്രീലിംഗത്തിലുള്ള ഏതാനും പദങ്ങളെയും അവയുടെ ഉദാഹരണങ്ങളെയും പഠിക്കാം. ഭൂഹു,
ബാലിക, കുഞ്ചിക. ഭൂഹു എന്ന് പറഞ്ഞാൽ എർത്ത്. ഇവിടെ ചിത്രം നൽകിയിട്ടുണ്ട്, നമുക്ക് മനസ്സിലാകും. ഭൂഹു എന്ന് പറഞ്ഞാൽ ഭൂമി, ബാലിക എന്ന് പറഞ്ഞാൽ പെൺകുട്ടി, കുഞ്ചിക എന്ന് പറഞ്ഞാൽ താക്കോൽ. ഇനി നമുക്ക് ഏതാനും വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. സാ ബാലിക ക്രീഡതി. ദാറ്റ് ഗേൾ ഈസ് പ്ലേയിങ്. സാ ബാലിക ക്രീഡതി. ആ പെൺകുട്ടി കളിക്കുന്നു. ഇവിടെ ബാലിക എന്ന പദം സ്ത്രീലിംഗ പദമാണെന്ന് മനസ്സിലാകും. നദീ പ്രവഹതി. ദ റിവർ ഈസ് ഫ്ലോയിങ്. നദീ പ്രവഹതി. നദി പ്രവഹിക്കുന്നു, ഒഴുകുന്നു. ഇവിടെ നദി എന്ന ശബ്ദം ഈകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് എന്ന് നമുക്ക് മനസ്സിലായി. സാ ഉത്പീഠിക അസ്തി. ദാറ്റ് ഈസ് എ ഡെസ്ക്. സാ ഉത്പീഠിക അസ്തി. അത് മേശയാണ്. ഇപ്പൊ ഉത്പീഠിക എന്ന ശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണ്. അടുത്തതിലേക്ക് പോകും. തത്ര ജലനളിക അസ്തി. there is a tap. തത്ര ജലനളിക അസ്തി. അവിടെ ഒരു ടാപ്പ് ഉണ്ട്. അപ്പൊ ജലനളിക, നളിക എന്ന ശബ്ദം സ്ത്രീലിംഗ ശബ്ദമാണ്. ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദമാണ് നളിക എന്നുള്ളത്. ഏഷാ ദീപശിഖ അസ്തി. ദിസ് ഈസ് ദ ടോർച്ച്. ഏഷാ ദീപശിഖ അസ്തി. ഇത് ദീപശിഖയാണ്. ഇവിടെ ദീപശിഖ എന്ന ശബ്ദം സ്ത്രീലിംഗ പദമാണ്. മാതാ പചതി. മദർ ഈസ് കുക്കിംഗ്. മാതാ പചതി. അമ്മ പാകം ചെയ്യുന്നു. മാത എന്ന ശബ്ദം ഋകാരാന്ത സ്ത്രീലിംഗമായ മാതൃശബ്ദത്തിന്റെ പ്രഥമ ഏകവചന രൂപമാണ്. മാതാ പചതി. ഏഷാ ധേനുഃ അസ്തി. ഏഷാ ധേനുഃ അസ്തി. ദിസ് ഈസ് ദ കൗ. ഇത് പശുവാണ്. ധേനുഃ എന്ന ശബ്ദം ഊകാരാന്ത സ്ത്രീലിംഗമായ പദമാണ്. ഏഷാ ധേനുഃ അസ്തി. ഭൂഃ സ്വയം പരിഭ്രമതി. ദ എർത്ത് റൊട്ടേറ്റ്സ് ഇറ്റ്സെൽഫ്. ഭൂഃ സ്വയം പരിഭ്രമതി. ഭൂമി സ്വയം പരിഭ്രമണം ചെയ്യുന്നു, സ്വയം ചുറ്റിത്തിരിയുന്നു. ഭൂഃ സ്വയം പരിഭ്രമതി. ഇനി നമുക്ക് ഏതാനും നപുംസകലിംഗ പദങ്ങളെ പരിചയപ്പെടാം. പത്രം, ഫലം, ധൂമയാനം. പത്രം എന്ന പദം ലീഫ് എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ഫലം ഫ്രൂട്ട് എന്ന അർത്ഥത്തെയും ധൂമയാനം ട്രെയിൻ എന്ന അർത്ഥത്തെയും സൂചിപ്പിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ വാക്യങ്ങളിലേക്ക് കടക്കാം. കാർയാനം ചലതി. ദ കാർ ഈസ് മൂവിംഗ്. കാർയാനം ചലതി. കാർ ചലിക്കുന്നു. ധൂമയാനം ഗച്ഛതി. ദ ട്രെയിൻ ഈസ് ലീവിംഗ്. ധൂമയാനം ഗച്ഛതി. ട്രെയിൻ പോകുന്നു. അപ്പോൾ ഇവിടെ ധൂമയാനം, യാനം എന്ന ശബ്ദം നപുംസകലിംഗ ശബ്ദമാണെന്ന് മനസ്സിലാക്കണം. ദ്രാക്ഷാഫലം അമ്ലം ഭവതി. ദ ഗ്രേപ്സ് ആർ സോർ. ദ്രാക്ഷാഫലം അമ്ലം ഭവതി.
മുന്തിരി പുളിയുള്ളതാണ്. ഇവിടെ ഫലം എന്ന പദം നപുംസകലിംഗ പദമാണെന്ന് മനസ്സിലാക്കണം. അടുത്തത് തത് വിമാനയാനം അസ്തി. ദാറ്റ് ഈസ് ദ പ്ലെയിൻ. തത് വിമാനയാനം അസ്തി. അത് വിമാനം ആണ്. അപ്പൊ യാനം എന്ന പദം നപുംസകമാണെന്ന് നമ്മൾ വീണ്ടും ഉറപ്പിച്ചു. അടുത്തത് തത് ശുഷ്കപത്രം ഭവതി. ദാറ്റ് ഈസ് എ ഡ്രൈ ലീഫ്. തത് ശുഷ്കപത്രം ഭവതി. അത് ഉണങ്ങിയ ഇലയാണ്. ശിശോഹോ വപുഹു കോമളം ഭവതി. ശിശോഹോ വപുഹു കോമളം ഭവതി. The baby's body is soft. ശിശോഹോ വപുഹു കോമളം ഭവതി. കുഞ്ഞിന്റെ ശരീരം കോമളമാണ്. വപുഹു എന്ന ശബ്ദം നപുംസകലിംഗ ശബ്ദമാണ്. അത് ശരീരം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. വപുഹു, വപുഷി, വപുംഷി ഷകാരാന്തമായിട്ടുള്ള ശബ്ദമാണ് വപുഹു. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. തത് വനം അസ്തി. ദാറ്റ് ഈസ് എ ഫോറസ്റ്റ്. തത് വനം അസ്തി. അത് വനമാണ്. അത് കാടാണ്. അപ്പൊ വനം എന്ന പദവും നപുംസകലിംഗ പദമാണ്. തത് പത്മം അസ്തി. ദാറ്റ് ഈസ് എ ലോട്ടസ്. തത് പത്മം അസ്തി. അത് താമരയാണ്. ചക്രം പരിഭ്രമതി. The wheel is spinning. ചക്രം പരിഭ്രമതി. ചക്രം കറങ്ങുന്നു. ഏതത് ഛത്രം ഭവതി. This is an umbrella. ഏതത് ഛത്രം ഭവതി. ഇത് കുടയാണ്. ഛത്രം എന്ന പദം നപുംസകലിംഗ പദമാണ്. ഛത്രം, കുട. ഇപ്പൊ നമ്മൾ ഇത്രയും പദങ്ങളെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഇതിലെ ചെറിയൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. In Sanskrit, some words signifying the same objects but different genders. സംസ്കൃതത്തിൽ പല പദങ്ങൾ പക്ഷെ ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പല പദങ്ങൾ ഉണ്ടാകും. പക്ഷെ അതെല്ലാം തന്നെ ഓരോ നപുംസകലിംഗത്തിലും ആകാം, പുല്ലിംഗത്തിലോ ചിലപ്പോൾ സ്ത്രീലിംഗത്തിലും ആകാം. പക്ഷെ ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അതില് എൻ്റെ മനസ്സിൽ തോന്നിയ ഏതാനും ഉദാഹരണങ്ങളാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിൽ ഒരു ഉദാഹരണമാണ് ഇവിടെ ഭാര്യ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വൈഫ് എന്ന പദം. അപ്പൊ അർത്ഥം ഈ ഒരു ഭാര്യ എന്ന അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ പത്നി എന്ന പദം അത് സ്ത്രീലിംഗ പദമാണ്. പക്ഷെ ഭാര്യ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. ദാരാഹ എന്ന ശബ്ദമുണ്ട്. അത് നിത്യ ബഹുവചനാന്തമായ പുല്ലിംഗ ശബ്ദമാണ്. ദാരാഹ. ഇനി കളത്രം എന്ന പദം നപുംസകലിംഗ പദമാണ്. പക്ഷെ ഒരേ അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വെവ്വേറെ ലിംഗങ്ങളിലുള്ള പദങ്ങൾ സംസ്കൃതത്തിൽ ധാരാളമായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം പദജ്ഞാനത്തോടു കൂടി മനസ്സിലാക്കണം. അനേകം പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളൂ. അടുത്തൊരു ഉദാഹരണം. അടുത്ത ഒരു പദമാണ് ബീച്ച്. തീരം എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദമാണ്. അവിടെ തടഹ എന്ന് പറയും. അത് പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നപുംസകലിംഗത്തിലും ഉണ്ട്. തടഹ, തടി, തട. ഈ മൂന്ന് പദവും മൂന്ന് ലിംഗങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. മൂന്ന് ലിംഗങ്ങളെ സൂചിപ്പിക്കുന്നു. പക്ഷെ അവ ഈ അർത്ഥത്തെ, തീരമെന്ന അർത്ഥത്തെ മാത്രം സൂചിപ്പിക്കുന്നതാണ്. തടഹ, തടി, തട.
അടുത്ത പദമാണ് സൺ, അതായത് പുത്രൻ എന്ന അർത്ഥത്തെ, മകൻ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അവ പ്രത്യേകം പദങ്ങൾ 3 ലിംഗങ്ങളിലും ഉണ്ട്. പുത്രഹ എന്ന പദം പുല്ലിംഗ ശബ്ദമാണ്. അത് മകൻ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. അതേപോലെ സന്തതിഹി, പ്രജ എന്നീ അനേകം പദങ്ങളുണ്ട്. ആ പദം സ്ത്രീലിംഗത്തിലാണ്. പക്ഷെ മകൻ എന്ന അർത്ഥത്തിൽ, സന്തതി എന്ന, പുത്രൻ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. അപത്യം എന്ന പദം നപുംസകലിംഗ പദമാണ്. പക്ഷെ അത് പുത്രൻ എന്ന അർത്ഥത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ വീണ്ടും കൂടുതൽ പഠിക്കുന്നത് കൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. പുല്ലിംഗഃ മാസ്കുലൈൻ, സ്ത്രീലിംഗഃ ഫെമിനൈൻ, നപുംസകലിംഗഃ ന്യൂട്ടർ. അപ്പൊ ഇത്രയും പദങ്ങളെയും വാക്യങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കണ്ട് അത് മനസ്സിലാക്കുക. നമുക്ക് സംസ്കൃതം വളരെ എളുപ്പത്തിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നത് വരെ ജയതു ഭാരതം, ജയതു സംസ്കൃതം.